ഇന്ന് നമ്മൾ ഹിസെൻഡേഴ്സിലെ അവസാനത്തെ എപ്പിസോഡായ 6ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ലെറ്റ്സി തന്നെയാണ് സാക്ഷാൽ കാതറിൻ എന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ച ആനയാണ് നമ്മൾ കണ്ടത്. ഈ ട്രൂത്ത് വെച്ച് ആന എന്തൊക്കെയായിരിക്കും ഇനി ചെയ്യുക, ഇനി എന്തൊക്കെ കാര്യങ്ങൾ റിവീൽ ആകുമെന്ന് നമുക്ക് കണ്ടറിയാം. 6ാമത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ പാസ്റ്റ് ആയിരിക്കും കാണിക്കുക, അതായത് കാതറിന്റെ ലേക്ക് ഹൗസ്. കഴിഞ്ഞ എപ്പിസോഡിൽ റിച്ചാർഡ് ആനയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്ന അതേ ലേക്ക് ഹൗസ്. കാതറിയുടെ പേരൻസും പിന്നെ അവളുടെ ചേച്ചി ആൻഡ്രിയും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു ബോട്ട് റൈഡിന് പോവുകയാണ്. എന്നാൽ കാതറിന് അവരുടെ കൂടെ പോകാൻ വലിയ താല്പര്യം ഉണ്ടാകില്ല. അത് മനസ്സിലാക്കിയ ആൻഡ്രി അവളോട്, നീ ഇങ്ങനെ അധികം ജങ്ക് ഫുഡ് ഒന്നും വലിച്ചു വാരി കഴിക്കാതെ, ഇതുകൊണ്ടാണ് നീ ഇങ്ങനെ തടിച്ചു വീർത്തു വരുന്നത്. ഏതായാലും നീ ഞങ്ങളുടെ കൂടെ വരാഞ്ഞത് നന്നായി, കാരണം നിന്റെ വെയിറ്റ് കൊണ്ട് ബോട്ട് ചെരിഞ്ഞ് ഞങ്ങളെല്ലാം വെള്ളത്തിലായനെ എന്ന് പറഞ്ഞ് ആൻഡ്രി അവിടുന്ന് ഇറങ്ങും. കുറച്ച് മുമ്പോട്ട് എത്തുമ്പോൾ കാതറിനോട് ആൻഡ്രിയ, ഞാൻ എന്റെ ഇൻഹേലർ എടുക്കാൻ മറന്നുപോയി, നീ അതൊന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കും. ആൻഡ്രിയ ആളൊരു ആസ്മ പേഷ്യന്റ് ആണ്. എപ്പോഴും തന്നെ ബോഡി ഷെയിം ചെയ്യുന്നതിന്റെ ദേഷ്യം ആൻഡ്രിയോട് കാതറിനുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ആൻഡ്രി ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ പേരും പറഞ്ഞ് കാതറിനെ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എല്ലാം കൂടിയുള്ള ദേഷ്യത്തിന് കാതറിൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ ഇൻഹേലർ കാലിയാക്കിയിട്ടാണ് ആൻഡ്രിയക്ക് കൊടുത്തത്. ശേഷം ബോട്ട് എടുത്ത് കുറച്ച് ദൂരെ എത്തുമ്പോഴേക്കും ആസ്മ വന്ന് ആൻഡ്രിയ മരിക്കും. ഇങ്ങനെയാണ് ആൻഡ്രിയ മരിച്ചത്. ഇവിടെ പ്രസന്റിൽ ലെറ്റ്സിയാണ് എല്ലാവരെയും കൊല്ലുന്നതെന്ന് മനസ്സിലാക്കിയ ആന ജാക്കിനെ വിളിച്ചിട്ട് വേഗം അവിടേക്ക് വരാൻ വേണ്ടി പറയും. സോയി മരിച്ച കാര്യങ്ങളൊക്കെ ആനയോട് ജാക്ക് പറയും. ജാക്ക്, ലെറ്റ്സിയാണ് കില്ലർ, അവളാണ് എല്ലാവരെയും കൊല്ലുന്നത്. റിച്ചാർഡ് അവളെ സഹായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയും. ആ സമയം റിച്ചാർഡ് വന്ന് ആനയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി വെക്കും. അത് മനസ്സിലാക്കിയ ജാക്ക് ഒട്ടും സമയം പാഴാക്കാതെ ആനയുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും പുറത്തുണ്ടാകും പ്രിയ. ജാക്കിന്റെ ഡ്രസ്സിൽ സോയിയുടെ ചോര കണ്ടതോടുകൂടി പ്രിയയ്ക്ക് കൊലയാളി ജാക്ക് തന്നെയാണെന്ന് ഉറപ്പാകും. എന്നിട്ട് അവൾ ജാക്കിന് നേരെ തോക്ക് ചൂണ്ടും. അത് കണ്ട് ജാക്ക്, പ്രിയ നീ ഇതെന്തായി ചെയ്യുന്നേ, തോക്ക് താഴെ ഇടെന്ന് പറയും. നിങ്ങൾ എന്തിനാ മോർഗിൽ പോയിട്ട് നിങ്ങളുടെ വെഡിങ് റിംഗ് കാണുന്നില്ല എന്ന് കള്ളം പറഞ്ഞത്? നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് വേറെ ആളുടെ DNA സാമ്പിൾ മോർഗിൽ കൊണ്ടുപോയി കൊടുത്തത്? അതും പറഞ്ഞ് റേച്ചലിന്റെ ഫോണിലെ കോൾ റെക്കോർഡ്സ് ക്യാൻസൽ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക്? എനിക്ക് എല്ലാത്തിന്റെ ഉത്തരം ഇപ്പം ഇവിടെ വെച്ച് കിട്ടണം. ജാക്കാണെങ്കിൽ പരമാവധി സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആനെ അവിടെ പെട്ടിക്കിടക്കുകയാണെന്നും തനിക്കിപ്പം പോയേ പറ്റുള്ളൂ എന്നെല്ലാം പറയും. ബട്ട് പ്രിയ ചോദിച്ചതിന്റെ ഉത്തരം പറയാതെ തന്നെ വിടില്ല എന്ന മൈൻഡിലായിരിക്കും. ഇവിടെ റിച്ചാർഡ് കാതറിനെ റേപ്പ് ചെയ്തത് ഉദ്ദേശിച്ചുകൊണ്ട്, നിങ്ങളൊക്കെ കാശുകാരായതുകൊണ്ട് തന്നെ എന്ത് തെമ്മാടിത്തരം വേണമെങ്കിലും ചെയ്യാലോ, എന്നിട്ട് വേണമെങ്കിൽ അതൊക്കെ ആരും കാണാതെ മൂടി വെക്കാലോ എന്നൊക്കെ പറയും. അത് കേട്ട ആന, നീ 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 ഇതെന്തായി പറയുന്നേ? ഞാനല്ല ഒന്നിനും ഉത്തരവാദി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ജാക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ പ്രിയയുടെ കയ്യിൽ നിന്നും ആ തോക്ക് പിടിച്ചു വാങ്ങി മൂന്ന് നോക്കി ഒന്ന് കൊടുത്തിട്ട് അവിടുന്ന് ഓടിപ്പോകും. മീനുവേൽ ആനയാണെങ്കിൽ റിച്ചാർഡിനോട്, നീ എന്തിനാ ലെറ്റ്സിയെ ഹെൽപ്പ് ചെയ്യുന്നേ, നിനക്ക് അവളുടെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാണെന്നൊക്കെ പറയും. പക്ഷെ അവൻ ആന പറഞ്ഞതൊന്നും കൂട്ടാക്കില്ല. വേറെ നിവൃത്തിയില്ല, ഇനി ഇങ്ങനെ പോയാൽ തന്നെ ഇവൻ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ആന അവളുടെ ബാഗിലുണ്ടായ ആ തോക്ക് എടുത്തിട്ട് റിച്ചാർഡിന് നേരെ തുരുതുരാ വെടിവെക്കും. ബട്ട് അതൊന്നും കൊള്ളില്ല. അവനാണെങ്കിൽ പേടിച്ച് വിറച്ചിട്ട്, ആന നീ ഇതെന്താ ഈ ചെയ്ത് കൂട്ടുന്നേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടും. പിറകെ ആനയും ഓടും. ഷൂട്ട് ചെയ്ത് അവസാനം തോക്കിലെ ബുള്ളറ്റ് കഴിയും. ശേഷം ആന റിച്ചാർഡുള്ള ആ റൂം അടച്ചിടും. അത് കണ്ട് വേറെ ഒരാൾ ഓടി അവിടേക്ക് വരും. അത് വേറെ ആരുമല്ല, ലെറ്റ്സി ആയിരിക്കും. ലെറ്റ്സി ഓടി വന്ന് പ്ലാൻ പോട്ട് എടുത്ത് ആനയുടെ തലക്കടിക്കാൻ നോക്കും. ആന അപ്പം തന്നെ അവിടുന്ന് ഒഴിഞ്ഞു മാറും. എന്നിട്ട് ലെറ്റ്സി അടിച്ചൊരു പരിവാക്കും. ജാക്ക് ആണെങ്കിൽ അതേസമയം ഇവിടെ ആനയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. എന്നാൽ കോൾ കിട്ടില്ല. ജാക്ക് പോയതിന് പിന്നാലെ പ്രിയയും ഉണ്ടാകും. ഇവിടെ ലെറ്റ്സി ആനയോട്, 20 വർഷം മുമ്പ് നീയും നിന്റെ ഫ്രണ്ട്സും ചേർന്ന് എന്നെ ഒരു കാട്ടിൽ റേപ്പ് ചെയ്യാൻ കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും. ലെറ്റ്സി നോക്ക്, സത്യം പറഞ്ഞാൽ എനിക്ക് ആ ആമ്പിളർ അവിടെ വരുമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. നീ പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു. ഒരിക്കൽ റേച്ചൽ ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞ് എനിക്ക് അവളുടെ മൂത്രം കുടിക്കാൻ തന്നപ്പോഴും നീ എനിക്കറിയില്ലായിരുന്നു എന്നുള്ള ഇതേ സെയിം ഡയലോഗ് തന്നെയാണ് എന്നോട് പറഞ്ഞതെന്നും പറഞ്ഞ് അവിടെ ഉണ്ടായ കത്തി എടുക്കാൻ നോക്കും. അത് കണ്ട് ആനയാണെങ്കിൽ അവളെ പരമാവധി പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ടാകും. ആ സമയത്ത് ലെറ്റ്സി ആനയുടെ മുഖത്ത് നോക്കി ഒന്ന് അടിക്കും. ഓൺ ദ സ്പോട്ടിൽ തന്നെ ആനയുടെ ആ പല്ല് പൊട്ടും. ആദ്യത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിൽ ആനയുടെ പല്ലിന്റെ റൂട്ട് ഫ്രാക്ചേർഡ് ആയിട്ടില്ലേ, ആ പല്ല് തന്നെയായിരിക്കും പൊരിഞ്ഞത്. ആകപ്പാടെ കലി വന്ന ആന പിന്നെ ഒന്നും നോക്കില്ല, അടിയോടടി പൊരിഞ്ഞ അടിയായിരിക്കും പിന്നീട്. ഇവിടെ പ്രിയ അവളുടെ ചീഫിനെ വിളിച്ചിട്ട് സോയി മരിച്ച കാര്യം പറയും. അപ്പൊ ചീഫ് ആണെങ്കിൽ ക്ലൈഡിന്റെ വീട്ടിലായിരിക്കും ഉള്ളത്. ക്ലൈഡ് പറയുന്നത് റേച്ചലും ഹെലനും കൂടി ലെറ്റ്സിയെ അവളുടെ സിസ്റ്ററായ ആൻഡ്രിയുടെ പേരും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ. അതിന്റെ ദേഷ്യത്തിലാണ് റിച്ചാർഡ് റേച്ചലിന്റെ താടിയല് പൊട്ടിച്ചത് എന്നൊക്കെ പറയും. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ, പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ ആൻഡ്രി താൻ കാരണമാണ് മരിച്ചതെന്ന് റേച്ചലിനോട് ലെറ്റ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ലെറ്റ്സിയെ ഹെലനും റേച്ചലും ബ്ലാക്ക്മെയിൽ ചെയ്തത്. അന്നേരമായിരിക്കും പ്രിയക്ക് കാതറിൻ തന്നെയാണ് ലെറ്റ്സി എന്ന് മനസ്സിലാകുക. കാരണം ഒരു തവണ പ്രിയ കാതറിന്റെ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് അവൾക്ക് ആൻഡ്രി എന്ന് പറയുന്ന സിസ്റ്ററും ആൻഡ്രിയുടെ മരണത്തെ പറ്റിയും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഭാഗത്താണെങ്കിൽ ലെറ്റ്സിയും ആനയും തമ്മിൽ ഇടിയുടെ പെരുമഴയായിരിക്കും. ലെറ്റ്സി ആനയെ അടിക്കും, ആന ലെറ്റ്സി അടിക്കും, ഒന്നും പറയണ്ട. അപ്പോഴേക്കും ജാക്ക് അവിടെ എത്തും. അന്നേരം ലെറ്റ്സി വേഗം എഴുന്നേറ്റ് അവിടെ കിടന്നിരുന്ന തോക്കെടുത്ത് ആനയെ ഷൂട്ട് ചെയ്യാൻ നോക്കും. എന്നാൽ അതിൽ ബുള്ളറ്റ് ഉണ്ടാകില്ല. കാരണം അവൾ എടുത്തത് ആനയുടെ തോക്കായിരുന്നു. അതിൽ ഓൾറെഡി റിച്ചാർഡിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് തീർന്നിട്ടുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ആരോ ലെറ്റ്സിയെ ഷൂട്ട് ചെയ്യും. അത് വേറെ ആരും ആയിരിക്കില്ല, പ്രിയ ആയിരിക്കും. ലെറ്റ്സി ഓൺ ദ സ്പോട്ടിൽ മരിക്കും. എല്ലാ കോലാഹലങ്ങളും കഴിയുമ്പോഴേക്കും സമയം രാവിലെ ആയിട്ടുണ്ടാകും. ജാക്ക് ആനയോട്, ലെറ്റ്സിക്കും നിനക്കും ഇടയിൽ എന്താ ശരിക്കും പ്രശ്നം എന്ന് ചോദിക്കും. അപ്പൊ ആന 20 വർഷം മുമ്പ് അവളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു കാട്ടിൽ പോയതും അവിടുന്ന് ലെറ്റ്സി റേപ്പിന് ഇരയായതും എല്ലാം പറയും.
പറയും. എന്നിട്ട് എനിക്ക് നിന്നോട് ഇതിനെക്കുറിച്ച് എല്ലാം മുമ്പ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ എനിക്ക് പറ്റിയില്ല, കാരണം അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് നടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. ഇവിടെ പോലീസുകാർക്ക് റേച്ചലിനെയും ഹെലനെയും സോയിയെയും കൊല്ലാൻ ഉപയോഗിച്ച കത്തി ലെക്സിയുടെ ലേക്ക് ഹൗസിൽ നിന്ന് കിട്ടും. ശേഷം അവർ അവിടെ ഉണ്ടായിരുന്ന റിച്ചാർഡിനെ അറസ്റ്റ് ചെയ്യും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നീട് ഒരു വർഷത്തിന് ശേഷമുള്ള ജീവിതമാണ് കാണിക്കുക. ആനിയും ജാക്കും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. മാത്രമല്ല ആൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അവളിപ്പോ പഴയ പോലെ WSKയിൽ ന്യൂസ് ആങ്കർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം ആനിയും ജാക്കും മെഗും ആലിസിന്റെ വീട്ടിലേക്ക് മാറും. ഇനി അവരുടെ താമസം അവിടെയാണ്. ശേഷം റൂമിലെത്തിയ ആനക്ക് ഒരു ലെറ്റർ കിട്ടും. അത് ആലിസ് അവൾക്ക് എഴുതിയ ലെറ്റർ ആയിരിക്കും. ഇവിടെയാണ് ഈ സീരീസിന്റെ ട്വിസ്റ്റ്. റേച്ചൽ, ഹെലൻ, സോയ് ഇവരെല്ലാവരും ശരിക്കും കൊന്നത് ലെക്സി അല്ല, ആലിസ് ആയിരുന്നു. എല്ലാ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കേട്ടോണ്ടിരുന്നത് ആലിസിന്റെ ഈ ലെറ്ററിലുള്ള കാര്യങ്ങൾ ആന വായിക്കുന്നതായിരുന്നു. വൈ ഡിഡ് ആലിസ് ഡു ദിസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. മകൾ മരിച്ചതിന് ശേഷം ആന നാട് വിട്ട് എവിടേക്കോ പോയി. പിന്നെ അവളുടെ ഒരു വിവരവും ഇല്ലാതായി. കുഞ്ഞിനെ ആലിസിനെ ഏൽപ്പിച്ചിട്ടാണല്ലോ ആനയും ജാക്കും അന്ന് ഔട്ടിങ്ങിന് പോയത്. താൻ കാരണമാണോ, തന്റെ അശ്രദ്ധ കാരണമാണോ ആനയുടെ കുഞ്ഞ് മരിച്ചതെന്നും ആസ് എ റിസൾട്ട് ജാക്കും ആനയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നതിന്റെയും കാരണം താനാണോ എന്നുള്ള ചിന്ത ആലിസിന്റെ ഉള്ളിൽ കടന്നുകൂടി തുടങ്ങി. തന്റെ മകളെ ആലിസ് എന്ന അമ്മ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങി. ആന വർക്ക് ചെയ്തിരുന്ന സമയത്ത് നേരിട്ടല്ലെങ്കിൽ പോലും ടിവിയിലെങ്കിലും അവളെ കാണാൻ ആലിസ് എന്ന അമ്മയ്ക്ക് കഴിയുമായിരുന്നു. എന്നാൽ ആന എവിടേക്കോ പോയതിനു ശേഷം അതും ഇല്ലാതായി. അങ്ങനെ ഒരു ദിവസം ആലിസ് ആനയുടെ പഴയ വീഡിയോ ഉള്ള ക്യാമറ എടുത്തു നോക്കി. അതായത് ആനയുടെ 16ാമത്തെ ബർത്ത്ഡേക്ക് ആന അവളുടെ ക്യാമറയിൽ വീഡിയോസ് എടുക്കുന്നത് പാസ്റ്റിൽ കാണിച്ചിട്ടില്ലേ, അതേ ക്യാമറ. അപ്പൊ അതിലെങ്കിലും ആനയെ കാണാമല്ലോ എന്ന് വിചാരിച്ച് ആലിസ് ആ വീഡിയോസ് നോക്കാൻ തുടങ്ങി. അവിടെയാണ് വേറൊരു ട്വിസ്റ്റ്. ശരിക്കും കാതറിനെ അല്ല അന്ന് അവിടെ വന്ന ആൺപിള്ളേർ റേപ്പ് ചെയ്തത്, ആനയായിരുന്നു. അവന്മാർ കാതറിനെ റേപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ ആന അവരെ തടഞ്ഞു. ആ ചാൻസിന് കാതറിൻ അവിടുന്ന് ഓടി. അന്നേരം കാതറിനെ വിട്ടിട്ട് അവന്മാർ ആനയെ റേപ്പ് ചെയ്തു. ആന കാതറിനോട് ആവുന്നതും പറയുന്നുണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കാതറിൻ അവിടുന്ന് ഓടി. ആനയും കൂടി അറിഞ്ഞിട്ടാണ് ആ ആമ്പിളർ അവിടെ വന്നതെന്ന് കാതറിൻ വിചാരിച്ചു. ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് ഹെലനും റേച്ചലും ആന റേപ്പ് ചെയ്യുന്നത് കണ്ടിട്ടും ഒരക്ഷരം പോലും പറയാതെ ആ കാഴ്ച ആസ്വദിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ കാതറിന്റെയും ആനയുടെ ഫോട്ടോ റേച്ചൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഈ ബർത്ത്ഡേ ടൈം തന്നെ അത് ഇവന്മാർക്ക് അയച്ചു കൊടുക്കാനായിരുന്നു റേച്ചൽ അത് ചെയ്തത്. ഇതെല്ലാം വീഡിയോയിൽ കണ്ട ആലിസിന് കരച്ചിലും ഒരു കത്തി നെഞ്ചത്ത് കുത്തിയിറക്കിയ ഫീലിംഗ്സും തോന്നും. ആന എപ്പോഴെങ്കിലും ഷാലറ്റിന്റെ ടോം സ്റ്റോൺ കാണാൻ വരുമെന്ന് കരുതി ആലിസ് ആനയെ കാണാൻ വേണ്ടി എപ്പോഴും സെമിത്തേരിയിൽ പോകാൻ തുടങ്ങി. ബട്ട് ആന വന്നില്ല. അങ്ങനെ ഒരു ഡേ ഷാലറ്റിന്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് ആന അവിടെ വന്നു. അന്ന് അവിടുന്ന് തിരിച്ചു പോകുമ്പോഴായിരുന്നു ആന റേച്ചലിനെയും ജാക്കിനെയും ഒരുമിച്ച് കണ്ടത്. അത് കണ്ട ആനയ്ക്ക് നല്ലോണം ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടായി. ഇതൊക്കെ ആലിസ് മാറി ഇപ്പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അന്ന് അത് കണ്ടിട്ട് ആലിസിന് റേച്ചലിനോടുള്ള പക കൂടി. ബിക്കോസ് ആനയുടെ ഹസ്ബൻഡ് അല്ലേ ജാക്ക്. അതും പോരാഞ്ഞ് ഈ റേച്ചൽ ആനയെ റേപ്പാക്കുന്ന സമയത്ത് ഉണ്ടായിട്ടും ഒന്നും മിണ്ടാതെ കൈയും കെട്ടി എൻജോയ് ചെയ്യുകയല്ലേ ചെയ്തത്. ശേഷം റേച്ചലും ജാക്കും ജാക്കിന്റെ വണ്ടിയിലുള്ള ടൈം ആലിസ് അവർ കാണാതെ റേച്ചലിന്റെ കാറിന്റെ ടയറിലെ കാറ്റഴിച്ചു കളഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം റേച്ചൽ തിരിച്ച് അവളുടെ വണ്ടിയിൽ കയറിയപ്പോഴായിരുന്നു ടയറിൽ കാറ്റില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായത്. ജാക്ക് ആണെങ്കിൽ അപ്പോഴേക്കും പോയിട്ടുണ്ടാകും. ഇനി ആ കാട്ടിൽ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാകാതെ നിൽക്കുമ്പോഴായിരുന്നു ആലിസ് അവിടെ വരുന്നതും റേച്ചലിനെ സ്റ്റാബ് ചെയ്ത് കൊല്ലുന്നതും. ആൻഡ് ഇതൊന്നും ആന കണ്ടിട്ടില്ല. ആനയും അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ആലിസിന് ഡിമെൻഷ്യ ഇല്ല. എല്ലാം അവരുടെ ആക്ടിംഗ് ആയിരുന്നു. അവരെ പോലീസ് സസ്പെക്ട് ചെയ്യാതിരിക്കാനുള്ള നാടകമായിരുന്നു എല്ലാം. ഹെലനെയും സോയിയും ഒക്കെ ഇതുപോലെ തന്നെയാണ് കൊന്നത്. എന്നിട്ട് കൊല്ലാൻ ഉപയോഗിച്ച കത്തിയൊക്കെ കാതറിന്റെ ലേക്ക് ഹൗസ് കൊണ്ടുപോയി വെച്ചു, പോലീസ് കാതറിനെ സംശയിക്കാൻ വേണ്ടി. പിന്നെ ഹെലന്റെ സ്കൂളിൽ മുമ്പ് ക്ലീനിങ് സ്റ്റാഫായിട്ട് ആലിസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഷീ ഹാസ് സ്പെയർ കീ ടു ദ സ്കൂൾ. അങ്ങനെയാണ് അതിനകത്തേക്ക് കയറി ഹെലനെ കൊന്നത്. കാതറിന്റെ ഹൗസിലും പണ്ട് ആലിസ് ഹൗസ് കീപ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ലേക്ക് ഹൗസ് എവിടെയാണെന്നുള്ള കാര്യം ആലിസിന് നന്നായിട്ട് അറിയാം. ലെറ്റർ ആന വായിച്ചെന്നുള്ള കാര്യം ആലിസിന് മനസ്സിലാകും. ഇവിടെ വെച്ച് ഈ സീരീസ് കഴിയും. എങ്ങനെയുണ്ട് സീരീസ്? ലെറ്റ്സ് മേ ബി ആനയെ കൊല്ലാനായിരിക്കില്ല അവിടെ ആനയെ റിച്ചാർഡ് ത്രൂ ലേക്ക് ഹൗസിലേക്ക് വരുത്തിയത്. ഇവരുടെ ഫ്രണ്ട്സ് ആണല്ലോ ഓരോരുത്തരായിട്ട് മരിക്കുന്നത്. അപ്പൊ ആന റേപ്പിന് ഇരയായതുകൊണ്ട് അപ്പൊ അതിന്റെ റിവെഞ്ച് എന്നോണമാണ് റേച്ചലിനെയും ഹെലനെയും സോയെയും കൊന്നതെന്ന് ലെറ്റ്സി വിചാരിച്ചിട്ടുണ്ടാകാം. അപ്പൊ അത് കൺഫ്രണ്ട് ആക്കാനായിരിക്കും ആനയെ അവിടെ എത്തിച്ചതിന്റെ ലക്ഷ്യം. എന്നാൽ ആനയും ലെറ്റ്സി ചിന്തിച്ചതുപോലെ ലെറ്റ്സിയാണ് എല്ലാവരെയും കൊല്ലുന്നതെന്നും ഇനി അവൾ തന്നെയാണ് അടുത്തതായി കൊല്ലാൻ പോകുന്നതെന്ന് വിചാരിച്ച് പേടിച്ചു. അങ്ങനെ അവൾ റിച്ചാർഡിനെ ഷൂട്ട് ചെയ്യാൻ നോക്കി. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ. അത് പിന്നെ വഴക്കായി ആസ് എ റിസൾട്ട് കയ്യാങ്കളിയിലേക്കും പോയി. സോയും ആന തന്നെയാണ് റിവെഞ്ചിന് വേണ്ടി എല്ലാവരെയും കൊല്ലുന്നതെന്ന് കരുതി കാണും. അതുകൊണ്ടാകാം അവൾ സ്റ്റേഷനിൽ പോയിട്ട് ആന നമ്മൾ വിചാരിക്കുന്ന ആളല്ല എന്ന് ജാക്കിനോട് പറഞ്ഞത്. ക്ലൈഡ് അയാളുടെ ആ വീഡിയോ ഉള്ളത് കൊണ്ടാണ് റേച്ചലിന്റെ ഫോൺ പോലീസ് ട്രാക്ക് ചെയ്യാതിരിക്കാൻ ആ ഫോണിന്റെ ബാറ്ററി ഡ്രെയിൻ ആക്കാൻ നോക്കിയത്. ഹെലന് ചിലപ്പോൾ റേച്ചലിന്റെ ഫോണിൽ ആനയെ റേപ്പ് ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചു കൊണ്ടാകാം ആ ഫോണിന്റെ ബാറ്ററി കളയാൻ ക്ലൈഡിനെ സപ്പോർട്ട് ആക്കിയത്. ആന ജാക്കിനോട് കാതറിനാണ് റേപ്പിന് ഇരയായതെന്ന് കള്ളമാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് കാരണം ആന അവൾക്ക് സംഭവിച്ച ആ ട്രാജഡി ഓർക്കാൻ ഒട്ടും താല്പര്യപ്പെടുന്നുണ്ടാകില്ല. അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവൾ ഒരിക്കമായിരിക്കില്ല. പിന്നെ വേണമെങ്കിൽ അവൾക്ക് ജാക്കിനോട് എല്ലാം പറയാമായിരുന്നു. പക്ഷെ അവന്റെ സിസ്റ്റർ സോയി ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ സത്യം അറിഞ്ഞാൽ ജാക്കിന് വിഷമമാകേണ്ട എന്ന് കരുതി
നോക്കിയായിരിക്കും അവൾ പിറകോട്ടേക്ക് പോയത്. അതുപോലെ ആദ്യത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആനയുടെ പല്ലിന്റെ ഇഷ്യൂ പറയുന്നുണ്ടല്ലോ. അതെന്താ വെച്ചാൽ അത്ര നാളും തന്റെ മകളുടെ മരണവും അതിനുശേഷമുള്ള ഒറ്റപ്പെടലും നാടുവിടലും ജാക്കിനോടുള്ള അകൽച്ചയും അങ്ങനെ എല്ലാം കൂടി അവളെ വിഴുങ്ങി ഡിപ്രഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതോടെ അവൾ അവളുടെ ശരീരവും കെയർ ചെയ്യാതായി. എന്നാൽ ലെറ്റ്സിയുടെ കയ്യിൽ നിന്നും മുഖത്ത് നോക്കി ഇടികിട്ടി ആ പല്ല് പോയ സമയത്ത് ആ ദേഷ്യത്തിൽ അവൾ ലെറ്റ്സിക്ക് അതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അടിയുടെ ഇരട്ടി ശക്തിയായി തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആ എക്സാക്ട് ടൈം അവളുടെ ഡിപ്രഷൻ മാറിയെന്നും അവൾ അവളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സീരീസിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം.